الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وبلوناهم بالحسنات والسيئات لعلهم يرجعون يا أيها الناس ഊസിക്കും വയ്യായ അവലം ബിതഖ്വല്ലാ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടിയുള്ള ഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതം നാം ഓരോരുത്തരും നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മുടെ ജീവിതം അള്ളാഹു എന്തിനു വേണ്ടിയാണ് ഏർപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം പരിശുദ്ധ ഖുർആൻ നൽകുന്നത് മനുഷ്യൻ എന്ന ഒരു അധ്യായത്തിൽ തന്നെ അല്ലാഹു തആല നമുക്ക് അതിനുള്ള ഉത്തരം നൽകുകയാണ്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ
അംശാജിൻ നബ്തലി ഇന്നാ ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിരിക്കുന്നു. മിൻ നുത്ഫത്തിൻ, ബീജകണങ്ങളിൽ നിന്ന്, അംശാജിൻ, കൂടിച്ചേർന്നുണ്ടായ, പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒക്കെ. നബ്തലീഹി, എന്തിനാണ് അല്ലാഹു തആല അവനെ അങ്ങനെ പടച്ചത്? അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സങ്കലിതമായ ഒരു ബീജകണങ്ങളിൽ നിന്ന്, സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ XY ക്രോമസോമുകൾ, എക്സും വൈയും അടങ്ങുന്ന ആ ക്രോമസോമുകളിൽ നിന്ന് എക്സും വൈയുമായും ആണും പെണ്ണിനെയൊക്കെ തരംതിരിക്കപ്പെടുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ജീവിതവും മരണവും അല്ലാഹു തന്നത്? ചില ആളുകൾ പറയാറുണ്ട്, ചില കുടുംബത്തിലൊക്കെ തുടർച്ചയായി മരണം വരുമ്പം, ഉപ്പ മരിച്ചു, മകൻ മരിച്ചു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു, ഇവർക്കെല്ലാവർക്കും പലർക്കും ക്യാൻസർ, മാരക രോഗങ്ങൾ പിടിപെട്ടു, അവരൊക്കെ ആ രോഗത്തിൻ്റെ അടിമകളായി മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? അല്ലേ? വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കേരളത്തിൽ വയനാട് ജില്ലയിൽ സംഭവിച്ചപ്പം, എല്ലാം തകർന്നു പോയപ്പം, എല്ലാവരും, പല ആളുകളും ജീവൻ നഷ്ടപ്പെട്ട്, പലരും ഒലിച്ചു പോയി, എല്ലാം കഷ്ടപ്പെട്ട പല ആളുകളും എന്തിനാണ് ജീവിതം? അതിനൊക്കെ ഒരു ഉത്തരം, എന്തിനാണ് ജീവിതവും മരണവും? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, അവരെ പരീക്ഷിക്കാൻ, മനുഷ്യരെ പരീക്ഷിക്കാൻ അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും അല്ലാഹു തആല ഏർപ്പെടുത്തി തന്നത്. എന്തിലെല്ലാം പടച്ച തമ്പുരാൻ പരീക്ഷിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യാത്ത്, നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും അല്ലാഹു തആല അവരെ പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഖൈറും ഷർറും, ഈ രണ്ട് നിലക്കുമുള്ള ഖൈറ് തന്നുകൊണ്ട് പരീക്ഷിക്കും, ഷർറ് തന്ന ദുരിതം, ദുഃഖവും വിഷമവും പ്രയാസവും അതെല്ലാം തന്നുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഈ രണ്ട് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനുണ്ടാകും. അതാണ് പടച്ച തമ്പുരാൻ ഏതെല്ലാം അതിൻ്റെ ഇനങ്ങൾ എന്ന് പ്രത്യേക നമ്മളോട് എന്തിലെല്ലാം എന്ന് ഖുർആനിൽ പറഞ്ഞു. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, തീർച്ചയായും മനുഷ്യരെ നിങ്ങളെ നാം പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി, അല്പം ഭയം തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടം, ആ രഹസ്യ പ്രബോധനത്തിൻ്റെ കാലഘട്ടം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളിൽ പല ആളുകളെയും ഒക്കെ കൺമുന്നിൽ വെച്ച് തന്നെ അറുകൊല ചെയ്യുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും അവരെയെല്ലാം തന്നെ വല്ലാത്ത രൂപത്തിൽ തന്നെ അവരെയെല്ലാം പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിന് വല്ലാത്ത പ്രയാസത്തോടുകൂടി കഴിഞ്ഞുകൂടിയ കാലഘട്ടം. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ സമയത്തും ആ സൗർ ഗുഹയിൽ അഭയം തേടിയ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെറിയൊരു ഭയം വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പോൾ ചെറിയൊരു ഭയം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വിശപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും വിശ്വാസികളെ. അത് ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ജീവിതത്തിലുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ പലപ്പോഴും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ സഫിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വിശപ്പ് കാരണം ബോധം കെട്ട് വീഴുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖന്തഖ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സഹാബാക്കൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാനാകുന്നില്ല, താങ്ങാനാകുന്നില്ല നബിയേ, അതുകൊണ്ട് ഞങ്ങളിതാ ഒരു കല്ല് വയറ്റത്ത് കെട്ടിവെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ജിഹാദ് ചെയ്യുന്നത്, ധർമ്മസമരം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, എങ്കിൽ ഞാനിതാ 2 കല്ലുകൾ കെട്ടിക്കൊണ്ടാണ്
അള്ളാന്റെ ഹബീബ് വിശപ്പ് കൊണ്ട് ജൂ കൊണ്ട് അള്ളാന്റെ റസൂലിനെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയാ നമ്മളെ പരീക്ഷിക്കപ്പെടാതിരിക്കുക? ഭയം കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ ജൂ കൊണ്ട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. സമ്പത്തിന്റെ മാർഗങ്ങൾ കുറച്ചുകൊണ്ട്, വരുമാന മാർഗങ്ങൾ അതെല്ലാം കുറഞ്ഞുകൊണ്ട്, നമ്മുടെ ബിസിനസ് ഒന്ന് ഡള്ളായിക്കൊണ്ട്, നമ്മുടെ സമ്പന്നതയിൽ കടം വന്നുകൊണ്ട്, അതേ രൂപത്തിൽ തന്നെ സാമ്പത്തിക മാന്യം, സാമ്പത്തികമായ മൂല്യത്തകർച്ച, ഇങ്ങനെയൊക്കെ അംവാല് കൊണ്ട് ഒരുപാട് പരീക്ഷിക്കും പടച്ചവൻ. കിട്ടിയതെല്ലാം തന്നെ ഒരു പക്ഷേ പല രോഗങ്ങളും പല ചികിത്സകളും ഒക്കെ വന്നുകൊണ്ട് അങ്ങനെ പരീക്ഷണങ്ങൾ വരും. ഒരു പക്ഷേ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ MRI സ്കാൻ എടുക്കണമെങ്കിൽ 5000 ചില്ലാനം പൈസയാ. അതെടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. വേറെ ടെസ്റ്റ് ചെക്കപ്പിന് ഓരോന്നും അല്ലേ, ഇതൊക്കെ പരീക്ഷണം തന്നെയാണ്. അംവാല് കൊണ്ട് പല രൂപത്തിലുള്ള പരീക്ഷണം. വല്ലംഫുസ്, ശരീരം കൊണ്ട് മനുഷ്യന്റെ വൃക്ക തകരാറിലായി, ഹാർട്ടിന് കംപ്ലൈൻ്റായി, തലച്ചോറിന് ക്യാൻസർ ബാധിച്ചു, അവയവങ്ങളൊക്കെ സ്ട്രോക്ക് വന്നു, അതെല്ലാം തളർന്നു പോയി, കിടപ്പിലായി, കുഴഞ്ഞുപോയി. പല രൂപത്തിലും വല്ലംഫുസി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. രോഗങ്ങളാവാം, മരണങ്ങളാവാം, പല രൂപത്തിലുമാകാം. വിശ്വാസികളെ വസ്സമറാത്ത്, ഫലവർഗങ്ങൾ കുറച്ചുകൊണ്ട്, പഴവർഗങ്ങൾ, ഫലവർഗങ്ങൾ, ആ വരുമാന മാർഗങ്ങൾ, അതിനെല്ലാം തന്നെ കേടുപാടും പല രോഗങ്ങളും പല രൂപത്തിലുള്ള ദുരിതങ്ങളും അതിൻ്റെ തകർച്ചയും ഒക്കെ വരാം. വബശ്ശിരിസ് സ്വാബിരീൻ, ഈ സമയത്തൊക്കെ വിശ്വാസികൾ ക്ഷമിക്കണം, സഹിക്കണം, അതെല്ലാം പിടിച്ചു നിൽക്കണം. പടച്ച തമ്പുരാനാണ് എനിക്ക് ധനം തന്നത്, റബ്ബാണ് എൻ്റെ ദേഹം ആരോഗ്യത്തോടുകൂടി നിലനിർത്തിയത്, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് തന്നത്, സകല സൗകര്യങ്ങളും തന്നത്. ആ റബ്ബിന് ഏത് സമയം വേണമെങ്കിൽ അതിൽ നിന്ന് കുറക്കാം, അതിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ആ സമയത്ത് ക്ഷമിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്. അല്ലദീന അസ്വാബതും മുസീബതും ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സമയം അതാ വിശ്വാസികളായ ആളുകൾക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഞങ്ങളുടെ ദേഹം, ഞങ്ങളുടെ ധനം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളെല്ലാം, എല്ലാ സൗകര്യങ്ങളും അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ്. അല്ലാഹുവേ, നീ ഇതിൽ ഞങ്ങൾക്ക് മുസീബത്ത്, അപകടം, ആപത്ത് തന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ അത് നീ തന്നതാണ്, നിന്നിലേക്കാണ്. വൈന്നായിലേഹി, അല്ലാഹുവിലേക്ക് റാജിഊൻ, മടങ്ങി ചെല്ലാനുള്ളവരാകുന്നു ഞങ്ങൾ. അങ്ങനെ ക്ഷമിക്കുകയാണ് വിശ്വാസികൾ വേണ്ടത്. ഏത് പരീക്ഷണം? പതറരുത്, തളരരുത് അല്ലേ? വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ ദുർബലയും ജീർണതയും പിടികൂടാൻ പാടില്ല. പരീക്ഷകൾ വരുമ്പം അള്ളാന്റെ മാർഗത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. വിശ്വാസികളെ, അല്ലദീന ഇദാ അസബത മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്താപത്ത് വന്നാലും വിശ്വാസി ചെല്ലേണ്ടത് ഇതാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, ഇങ്ങനെ അള്ളാഹുവിലുള്ളവരാണ്, അള്ളാഹുലേക്ക് മടങ്ങി ഇത് ചൊല്ലലാണ് വേണ്ടത്. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ആ ബിസിനസ് അവിടെ തുടങ്ങിയില്ലെങ്കിൽ, അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ ജോലി സ്വീകരിക്കാതിരുന്നെങ്കിൽ, അങ്ങനെ അത് പിശാചിന്റെ മാർഗമാണ്. അങ്ങനെ പറയാൻ പാടില്ല. എന്ത് ചെയ്യണം? അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിലേക്കാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അനുഗ്രഹം. ഉലൈകഹുമുൽ മുഹ്തദൂൻ, അവരാണ് നിർമാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകൾ. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനത്തിലുള്ള പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ ഒക്കെ നമുക്കുണ്ടാകും. അപ്പം ഇതിലെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്രകാരം തന്നെ വിശ്വാസിയുടെ ആദർശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കണേ, ഇസ്ലാം എന്ന ആദർശം നമ്മൾ സ്വീകരിച്ചവരാ, അത് നമ്മൾ നെഞ്ചിലേറ്റിയവരാ, അത് നമ്മൾ ശിരസ വഹിച്ചവരാ. പലപ്പോഴും ആ ഇസ്ലാമിനെതിരെ പല രൂപത്തിലുള്ള ആരോപണങ്ങൾ, ആ ഇസ്ലാമിനെ തകർക്കാൻ, അത് ജിഹാദിന്റെ മതമാണ്, അത് യുദ്ധത്തിന്റെ മതമാണ്, അത് സംഘടനത്തിന്റെ പ്രസ്ഥാനമാണ്, ഇങ്ങനെ പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും ഇസ്ലാമിനെ അറിയാത്ത, ഈ സമാധാനം, സമർപ്പണം എന്ന യഥാർത്ഥ അർത്ഥത്തിൽ വരുന്ന ഇസ്ലാമിനെ തിരിച്ചറിയാത്ത വിവരദോഷികൾ പറയും. അവർ നിങ്ങളെ കുത്തുവാക്കുകൾ പറയും, അവർ നിങ്ങൾ ആ രൂപത്തിൽ നിങ്ങളെ ആക്ഷേപിക്കും. പല രൂപത്തിലും അവരുടെ അടുക്കൽ നിന്ന് വിമർശനങ്ങൾ വരും.
അങ്ങനെ പലതും അവർ ഉന്നയിക്കും. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നവർ പറയും. അല്ലെങ്കിൽ പല രൂപത്തിലുള്ള വാക്കുകൾ അവരിൽ നിന്നും വരും. ഖുർആൻ അതാ പറഞ്ഞത്, ലതുബ്ലുവന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ദേഹത്തിലും നിങ്ങളുടെ സമ്പത്തിലും ധനത്തിലും. എന്നിട്ട് അല്ലാഹു പറയാണ്, വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട യഹൂദ നസറാനികളിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അതൊരു പരീക്ഷണമാണ്. മിൻ ഖബലിക്കും, നിങ്ങളെ മുമ്പുണ്ടായിരുന്ന വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ, അതേ രൂപത്തിൽ തന്നെ മുശ്രിക്കുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. ഒരുപാട് ഉപദ്രവങ്ങൾ, ഒരുപാട് അവരിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, അവരിൽ നിന്നുള്ള പീഡനങ്ങൾ വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നിങ്ങൾക്കുണ്ടാകും. ക്ഷമിക്കണം. എന്നിട്ട് അല്ലാഹു പറയാ, വഇൻ തസ്ബിറൂ വതത്തഖൂ, ആ സമയം നിങ്ങൾ ക്ഷമിച്ചു, നിങ്ങൾ സഹിച്ചു, നിങ്ങൾ തഖ്വ ചെയ്തു, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് ദൃഢമായ കാര്യം. അതുകൊണ്ട് ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, വിശ്വാസമുണ്ടായാൽ പരീക്ഷ ഉണ്ടാവില്ല. വിശ്വാസമുണ്ടായാൽ പരീക്ഷണങ്ങൾ കൂടും. വിശ്വാസികളെ, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ചുമരിൽ ഇങ്ങനെ ചാരിയിരിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അതാ ഖബ്ബാബ് ഇബ്നുൽ അർത്ത് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. അദ്ദേഹം ഓടി വരുന്ന രംഗം, ശരീരത്തിലാകെ അദ്ദേഹത്തിന്റെ യജമാനൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ, വിശ്വാസിയായതിൻ്റെ പേരിൽ ഇരുമ്പ് ചുട്ട് പഴുപ്പിച്ച് ദേഹത്ത് കുത്തിയിറക്കി, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ അതൊക്കെ ചൂട് വെച്ചുകൊണ്ട് ഇറച്ചി കഷ്ണം കരിഞ്ഞിട്ട് എല്ലിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് നിൽക്കുന്ന, പൊന്തി നിൽക്കുന്ന രൂപവുമായി കൊണ്ടുവന്നു. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അലാ തദ്ഉ ലനാ അലാ തൻതസിറു ലനാ, അള്ളാന്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുന്ന എത്ര കാലമായി ഇസ്ലാമിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. ഇത് പറഞ്ഞപ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിന്റെ അടുക്കൽ നിന്നതാ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരികയാ. ആ വഹിയിലുള്ളത് എന്താ? അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വാസികളാണ്, അതുകൊണ്ട് അവർ പരീക്ഷിക്കപ്പെടുകയില്ല എന്നവർ വിചാരിക്കുകയാണോ? വിശ്വാസികളായതിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടാതവരെ വിട്ടേക്കുമെന്നവർ വിചാരിക്കുകയാണോ? വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ മുമ്പുണ്ടായിരുന്ന ആളുകൾ വിശ്വാസികളായതിൻ്റെ പേരിൽ കുഴി കുഴിച്ച് അതിൽ ഇറക്കി നിർത്തി ഈർച്ചവാളുകൾ മൂർദാവിൽ വെച്ച് രണ്ട് ഭാഗത്തേക്കും മൂർന്ന് അവർ രണ്ട് ഭാഗമാക്കി. ഇസ്ലാം ദീനിൻ്റെ പേരിൽ, ഇസ്ലാം ദീൻ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിൽ അവരുടെ തലയിൽ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അത് വാർന്നുകൊണ്ട് അവരുടെ ഇറച്ചിയും മാംസവും തലയിലെ രോമങ്ങളുമൊക്കെ അത് വലിച്ചെടുത്ത് ചോര പുറത്തേക്ക് വരുമാറ് ഇത്രയും അവർ പരീക്ഷണം അനുഭവിച്ചിട്ടുണ്ട് ദീനിന്റെ മാർഗത്തിൽ. എന്നിട്ട് അവരെ ഒന്നും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല എന്ന് ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാ. അതാണ് ഖുർആൻ പറഞ്ഞ, വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്തിനാണ് അല്ലാഹു തആല പരീക്ഷിക്കുന്നത്? നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ, സത്യസന്ധമായിട്ടാണോ നമ്മൾ വിശ്വസിച്ചത്? പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആ ഇസ്ലാമിന്റെ ദീനിന്റെ മാർഗങ്ങൾ ഒഴിവാക്കി ആ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന്, ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് സാമ്പത്തികവും ശാരീരികവും മറ്റു പല പരീക്ഷണങ്ങളും വരുമ്പോ അത് പുറകോട്ട് പോകുകയാണോ? അതെല്ലാം അവർ അത് ഉൾക്കൊണ്ടുകൊണ്ട് സത്യസന്ധരാണോ? അല്ല വലയഅലമന്നൽ കാദിബീൻ, കള്ളന്മാരാണോ എന്നറിയാനാ. താൽക്കാലികം വിശ്വാസം സ്വീകരിച്ച ആളുകളെ ഫലയഅലമന്നല്ലാഹു ലദീന സദഖു, സത്യസന്ധരാരാണ്, ഈമാൻ കൊണ്ടവർ, അവരറിയണം. വലയഅലമന്നൽ കാദിബീൻ, കള്ളന്മാരെ അറിയണം. അത് തിരിച്ചറിയാനാണ്. നമ്മൾ നോക്കുക, എത്രമാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് മുസ്അബ് ഇബ്നു സൈദ്, അദ്ദേഹം തന്റെ പിതാവിൽ നിന്നിരിക്കുന്ന വാക്കിൽ കാണാം, ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യന്നാസി അശദ്ദു ബലാ, ഏറ്റവും അധികം ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുക ആരാണ് നബിയെ? ആ സമയം റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുക, അൽ-അംബിയാ, ഏറ്റവും അധികം പരീക്ഷണങ്ങൾ അനുഭവിക്കുക അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകൾ അമ്പിയാക്കളാ.
സുമ്മൽ അംസലു, പിന്നെ അതിൻ്റെ ശേഷമുള്ളവരാ അംബിയാണ്, ഔലിയാണ്, സ്വാലിഹീങ്ങളാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്. ഫല്ലംസലു, പിന്നെ അതിനെ തുടർന്ന് വരുന്ന ആളുകൾ ഫല്യുബ്തല അർറജുലു അലാ ഹസ്ബി ദീനിഹി, തൻ്റെ ദീനിൽ എത്രമാത്രം അവന് കടുപ്പമുണ്ടോ, തൻ്റെ ദീനിനോട് അത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ, നിഷ്കളങ്കതയുണ്ടോ, അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഇരുമ്പ് ചൂടാക്കി അത് ചുട്ടുപഴിപ്പിച്ച് അതിൽ നിന്ന് ആയുധങ്ങളും പലതുമൊക്കെ ഉണ്ടാക്കി അതിനെ ഉരുക്കിക്കൊണ്ട് അതിനെ മൂർച്ച കൂട്ടിയെടുക്കുമ്പോൾ, അതിൻ്റെ കാഠിന്യം മൂർച്ച കൂട്ടും പോലെ വിശ്വാസിയുടെ ഈമാനിനെ മൂർച്ച കൂട്ടാനാണ് പരീക്ഷണങ്ങൾ. ദീന് കഠിനമാണോ, പരീക്ഷണങ്ങൾ കൂടും. നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടോ, തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ടോ, ഖുർആൻ മുഴുവൻ പഠിക്കുന്നുണ്ടോ, ഓതുന്നുണ്ടോ, അള്ളാന്റെ മാർഗത്തിൽ സ്വതക്കയും ദാനധർമ്മങ്ങളും ഒക്കെ നിർവഹിക്കുന്നുണ്ടോ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നുണ്ടോ, എങ്കിൽ ഫൈൻ കാന ദീനഹു സുൽബൻ, ഉറച്ചതാണ് അവന്റെ ദീനെങ്കിൽ ഇസ്തദ്ദ ബലാഉഹു, അവനുള്ള പരീക്ഷണങ്ങൾ കൂടും. അതല്ലേ വിശ്വാസികളെ നമുക്ക് മാതൃക. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം അല്ലാഹുവിൻ്റെ അംബിയയാണ്. അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് രോഗം ബാധിച്ചില്ലേ, ശാരീരികമായ അസുഖം, അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസം, പരീക്ഷണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് തകർന്നു, കുടുംബം വരെ അദ്ദേഹത്തിന് വെടിയുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തകർന്ന് പോയി. ആ സമയം അല്ലാഹു തആലയോട് അദ്ദേഹം പറഞ്ഞു ദുആ ചെയ്തു, അല്ലാഹു അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുക, അന്നീ മസ്സനിയൽ ദുർറു, അല്ലാഹുവേ എനിക്ക് ദുരിതം പ്രയാസം വന്നിരിക്കുന്നു, അൻത അർഹമുർ റഹീമീൻ, റബ്ബേ നീയാണല്ലോ ഏറ്റവും റഹ്മത്ത് ചൊരിയുന്നവൻ, ഏറ്റവും റഹ്മത്ത് ചൊരിയുന്നവൻ. നമ്മൾ ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങൾ എത്രമാത്രം ദീനിൽ കടുപ്പമുണ്ടോ അത്രമാത്രം പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ട് റസൂൽ പറയാ, ഫമാ യബ്റഹു അൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുക യംശി അലൽ അർളി മാ അലൈഹി ഖതീഅതുഹു മാ അലൈഹി ഖതീഹ. ഒരു മനുഷ്യൻ, അവനിൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഭൂമിയിലൂടെ അവൻ നടക്കും, അവനിൽ ഒരു പാപങ്ങളും ഉണ്ടാവില്ല, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന രൂപത്തിൽ. നമ്മൾ മനസ്സിലാക്കുക, ഈ രൂപത്തിലേക്കുള്ള പരീക്ഷണങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, അതിനുള്ള മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനാണ്, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നമുക്ക് തരുന്നത്. പരിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു, ഓരോ വർഷങ്ങളും അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറ ഔ മറതൈൻ സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. ഒരു വർഷത്തിൽ 2 തവണ നാം അവരെ പരീക്ഷിക്കാറുണ്ട്, ഫിത്തന കൊടുക്കാറുണ്ട്, എന്നിട്ടും അവർ തൗബ ചെയ്യുന്നില്ല, അവർ അള്ളാഹുവിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ല എന്ന് മുനാഫിഖീങ്ങളെ കുറിച്ച് തൗബയിൽ പറഞ്ഞെടുത്ത് അള്ളാഹ് പറഞ്ഞ ഈ പരീക്ഷണം തൗബ ചെയ്യാനാണ്, അള്ളാഹുവിനെ കുറിച്ച് ഉറ്റാലോചിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുന്നത്. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിഅ, നന്മ കൊണ്ട് തിന്മ കൊണ്ട് പരീക്ഷിക്കുന്നത്, ലഅല്ലഹും യർജിഊൻ, അവരാ ചെയ്യുന്ന നന്മ കൊണ്ടും തിന്മയും അവർക്കുണ്ടാകുമ്പോൾ, പരീക്ഷണമായി ഉണ്ടാകുമ്പോൾ, അവരതുകൊണ്ട് ദുൽമ ചെയ്യുമ്പം, അനീതി കാണുമ്പോൾ, അന്യായം ചെയ്യുമ്പം, നന്ദികേട് കാണിക്കുമ്പം, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി, അള്ളാഹുവിലേക്കൊന്ന് മടങ്ങാനാ, തിരിച്ചു പോകാനാണ് അള്ളാഹു തആല പരീക്ഷണം നടത്തുന്നത്. അതിനാണ് പരീക്ഷണങ്ങൾ. അത് പരീക്ഷണത്തിന്റെ ഘട്ടങ്ങൾ പറഞ്ഞെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതാണ്. അവരൊന്ന് അതിലും തിരിയാൻ വേണ്ടിയാണ്. ഇനി വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ഏത് പരീക്ഷണങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്ത് തന്നെ സംഭവിച്ചാലും വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ടത് ആ പരീക്ഷണങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് ചാർത്തുകയും, അല്ലാഹു അല്ലാത്ത ആളുകളെ കൊണ്ടാണ് അതൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശ്വാസികളായ ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പല രൂപത്തിലും പരീക്ഷണങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പം അള്ളാഹുവിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ, അതേ രൂപത്തിൽ നിരാശ ബാധിക്കുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. വൈദാ മസ്സന്നാസ് ളുർറ, മനുഷ്യനെ ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ ദഅഉ റബ്ബഹും മുനീബീന ഇലൈഹി, അള്ളാഹുവിലേക്ക് അവൻ ഖേദിച്ച് മടങ്ങി റബ്ബേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കും.
അല്ലേ? വേറെ സൂറത്ത് യൂനസിൽ പറഞ്ഞതുപോലെ അല്ലാഹു തആല പറയാ, വഇദാ മസ്സൽ ഇൻസാന ദുർറൻ ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമൻ. ഇരുന്നും കിടന്നും നടന്നും ഒക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അവന് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ, അവന്റെ ഹാർട്ട് ഫെയിൽ ആണെന്ന് അറിഞ്ഞാൽ, അവന്റെ കിഡ്നി ഫെയിലിയർ ആണെന്ന് പറഞ്ഞാൽ അവന് പിന്നെ ദുആവും പ്രാർത്ഥനകളും കാര്യങ്ങളുമായി അവൻ കഴിഞ്ഞുകൂടും. എന്നിട്ട് അല്ലാഹു പറയാ, എന്നിട്ട് ഞാൻ ഇതെല്ലാം തന്നെ പടച്ച തമ്പുരാൻ ഇതൊക്കെ നീക്കിക്കളഞ്ഞു. റബ്ബ് പറയാ, ഫലമ്മാ കശഫനാ അൻഹു ദുർറ, ഈ ദുരിതവും ദുഃഖവും പരീക്ഷണങ്ങളും അവൽ നീക്കിക്കളഞ്ഞാലോ, മർറ കഅല്ലം യദ്ഉനനാ ഇലാ ദുർരിൻ മസ്സ, അവന് ബാധിച്ച ആപത്തും ദുരിതവും രോഗവും വിഷമവും കടബാധ്യതയും ഇതൊന്നും മുമ്പ് ബാധിച്ച് അവൻ നമ്മോട് ദുആ ചെയ്തിട്ട് അല്ലാത്തതുപോലെയാണ് അവൻ ഇതൊക്കെ നീക്കിക്കളഞ്ഞ് സൗഖ്യം നൽകിയാൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ. അതുവരെ അല്ലാഹുവും അത് ദുആയും ഖുർആനും പള്ളിയും എല്ലാം ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ പിന്നെ പോകും. അല്ലാഹു പറയാ, ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വേറെ സൂറത്തിൽ മുശ്രിക്കുകളെ പറ്റി പറഞ്ഞു കൊടുത്തു. ഫൈദാ അദാഖഹും മിൻഹു റഹ്മ, കാരുണ്യം അല്ലാഹു കൊടുത്താൽ ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികുൻ, അല്ലാഹുൽ ശിർക്ക് വെക്കും, അല്ലാഹുവിൽ ശിർക്ക് വെക്കും. അതേ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങളെ ഒക്കെ അവർക്ക് നിരാശരാകും. ഈ രണ്ട് സ്വഭാവവും വരാൻ പാടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ നാവിൻ തുമ്പിൽ നിന്ന് എന്താണ് വരേണ്ടത്? ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള ആപത്തുകൾ വരുമ്പോൾ അവൻ പറയേണ്ടത് എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. ഒരു വിശ്വാസി പറയേണ്ടത്, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, ഞങ്ങൾക്കൊന്നും ബാധിക്കുകയില്ല. വ മൗലാന, ഞങ്ങളുടെ രക്ഷാധികാരി റബ്ബാണ്. വ അലല്ലാഹി, അല്ലാഹുവിലാണ്. ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ ബരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിലാണ് വേണ്ടത്. വിശ്വാസികളെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാഹു തആല ഒരു ജീവിതത്തിൽ ഒരു കാര്യം ഖൈറോ ശർറോ റബ്ബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതില്ലാതാക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ വിശ്വാസികളെ, ഇതിന് വിരുദ്ധമായിക്കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ കാണാം. സൂറത്ത് സുമറിൽ പറഞ്ഞതുപോലെ നമ്മളോട് റബ്ബ് പറയുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? ചോദിക്കൂ അവരോട്. മക്കാ മുശ്രിക്കിനോട് ചോദിക്കാൻ പറഞ്ഞാൽ അല്ലാഹു ആണെന്ന് അവർ പറയും. അല്ലാഹുക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശൈഖന്മാരുണ്ട്, അംബിയയുണ്ട്, ഔലിയുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഇന്ന അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു എനിക്കൊരു ദുരിതവും ദുഃഖവും ബാധിപ്പിച്ചാൽ, ഒരു രോഗം തന്നാൽ, സന്താനം വേണ്ട എന്ന് റബ്ബ് വെച്ചാൽ, ഒരു കടബാധ്യത തന്നാൽ, ഒരു കഷ്ടപ്പാട് തന്നാൽ, അൽഹുന്ന കാശിഫാത്തു ദുർരിഹി, ആ ദുരിതവും ദുഃഖവും വിഷമവും പ്രയാസവും സന്താനത്തെ തരാനും രോഗം മാറ്റാനും എൻ്റെ കടബാധ്യത തീർക്കാനും അല്ലാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കഴിയുമോ? അല്ല എനിക്കൊരു കാരുണ്യം തന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തെ പിടിച്ചു വെക്കാൻ അവരെ കൊണ്ട് കഴിയുമോ? കുല്ലസ്ബി അല്ലാഹ്, പറയുക നിങ്ങൾ അല്ലാഹു മതി എനിക്ക്. അലൈഹി യതവക്കലിൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കേണ്ടവൻ അല്ലാഹുവിലാണ് ബരമേൽപ്പിക്കേണ്ടത്. വിശ്വാസികളെ, നമ്മൾ പ്രത്യേകം പഠിക്കുക. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, സമൂഹത്തിൽ ഇതിന് വിരുദ്ധമായി, ഇത് വിപരീതമായാണ് ഉമ്മത്തിനെ പല ആളുകളും പഠിപ്പിക്കപ്പെടുന്നത്. അവർക്കൊരു കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ, അവർക്കൊരു ദുരിതം വന്നു കഴിഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്കില്ലേ, ഇന്നിപ്പോൾ അതാണല്ലോ അല്ലാഹു, നമ്മൾ ഇസ്ലാം ദീന് പഠിപ്പിച്ചത് അല്ലാഹുവിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ്. അംബിയായിൽ നിന്നും ഔലിയായിൽ നിന്നും സ്വാലിഹീങ്ങളിൽ നിന്നും ലാത്തയിൽ നിന്നും ഉസ്സയിൽ നിന്നും മനാത്തയിൽ നിന്നും ഹുബിലിൽ നിന്നും ഇബ്രാഹിം നബിയിൽ നിന്നും ഇസ്മായിൽ നബിയിൽ നിന്നും ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, ബലിയർപ്പിക്കുന്ന, വരമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹിന്റെ റസൂൽ അവരെ കൊണ്ടുവന്ന് അല്ലാഹുവിലേക്കാണ് കൊണ്ടുവന്നത്. അള്ളാഹിനെ വിളിക്കാൻ, അള്ളാഹിനോട് ദുആ ചെയ്യാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്തിആസ ചെയ്യാൻ, അള്ളാഹുവിനോട് സ്വന്തം സൽക്കർമ്മങ്ങൾ എടുത്ത് അള്ളാഹുവിനോട് തവസ്സുലാക്കാൻ, അള്ളാഹിനോട് വസീല തേടാൻ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നേരെ അതിന് വിപരീതമാണ്. അല്ലാഹുവിലേക്ക് അല്ലാഹു റസൂലും ഖുർആനും ഒക്കെ പറഞ്ഞത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കണം എന്നാ.
എന്നിട്ടോ ഇന്ന് അള്ളാഹുവിലേക്ക് അകറ്റുകയാണ്. എന്താ? അല്ലാഹു തആല അള്ളാന്റെ ഹബീബിനോട് പറയാ, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ വഫഇന്നി ഖരീബൻ, വളരെ അടുത്താണെന്ന് പറയണം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഈ ജീവനാഡിയേക്കാളും ഗണ്ഡനാഡിയേക്കാളും അടുത്തവനാണ്. ഇത്രയും അടുത്തുള്ള അള്ളാഹുവിലേക്ക് അള്ളാഹുമായുള്ള അടുപ്പം അകറ്റാൻ ഔലിയാക്കളെ, അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, ശുഹദാക്കളെ ഇടയാളന്മാരായി, മധ്യവർത്തികളായി അള്ളാഹിനോട് നേരിട്ട് പറയാൻ പാടില്ല. അത് ഖുർആനിലെ 20 ആയതുകൾക്ക് എതിരാണെന്ന് കള്ളപ്രചരണം നടത്തി സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ ഏറ്റവും അടുത്ത അള്ളാഹുവിലേക്ക് അള്ളാഹിനെ അകറ്റാൻ വേണ്ടി പല ഔലിയ അമ്പിയായിനെ ജാറങ്ങളും മക്ബറുകളും അതിനിടെ തിരികെ കയറ്റുന്ന ഒരവസ്ഥ. എത്ര സങ്കടകരം! ഇത് തന്നെയാണ് അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും മൺമറഞ്ഞു പോയ ബദരീങ്ങളായ ശുഹദാക്കളായ ആളുകളെ കൊണ്ട് തേടാനാണ് ബദർ മൗലൂദിലൊക്കെ ആളുകളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. യാ ബിഹി യാമൻ ബിഹി ഹല്ലർ റദാ വമൻ ബിഹിം നാകിദൻ വബിഹമ്മിൻ നാകിദൻ കുൽനാദിയൻ മുസ്തൻജിദൻ യാ ഹില ബദർ ശുഹദാ. നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അള്ളാഹിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ നീ സഹായം തേടിക്കൊണ്ട് വിളിച്ചോ, യാ ഹില ബദർ ശുഹദാ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞോ എന്നാ പഠിപ്പിക്കുന്നത്. അല്ലാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് ആപത്ത് വന്നാലും അള്ള വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല എന്നാ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ വിശ്വാസികളെ, അമ്പിയായിന്റെ ഔലിയായിന്റെ ഒക്കെ അവർ ബദരീങ്ങളെ ഒക്കെ അവരല്ലാഹുവിനോട് തേടിയത്, അവർക്ക് ബദർ യുദ്ധത്തിൽ അവരല്ലാഹുവിനോട് റബ്ബക്കും, അവർ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി അള്ളാഹിനോട് നേരിട്ട് ദുആ ചെയ്തു എന്നാ. വേറെ മറ്റുള്ള അമ്പിയാക്കളുടെ മുഅ്ജിസത്തോ കറാമത്തോ നിർത്തി പ്രാർത്ഥിച്ചിട്ടില്ല. മഹാന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുരിതവും ദുഃഖവും പ്രയാസവും ബാധിച്ചപ്പോ മറ്റുള്ള ആളുകളെ വസീലയാക്കിയില്ല. റബ്ബിനോട് വസീലയാക്കി റബ്ബിന്റെ അസ്മാ സിഫാത്ത് തേടി. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ വലിയ ദുരിതം ബാധിച്ചപ്പോ എന്നിട്ട് ഇതിനെ വിരുദ്ധമായി പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പരീക്ഷണ രംഗങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ആളുകൾ അകറ്റാനും തെറ്റിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. വിശ്വാസികളെ അവിടെ പതറാൻ പാടില്ല. ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നത് നമ്മുടെ പാപം പൊറുക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ല കഫറല്ലാഹു ബിഹാ അൻഹു അത്തശൗക യുശാകുഹാ. ഒരു മുസ്ലിമിന് എന്തെങ്കിലും ആപത്തോ അപകടമോ ദുരിതമോ എന്ത് വന്നാലും ഒരു പരീക്ഷണം അവന്റെ പാപങ്ങൾ അതുപോലെ പൊറുക്കാതിരിക്കുകയില്ല, മായ്ക്കാതിരിക്കുകയില്ല. ഒരു കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും എന്നുള്ളതാണ്. ഇതേ രൂപത്തിൽ തന്നെ വേറൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളെ, ഈ പരീക്ഷണങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹു തആല ഒരടിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങളുടെ കൂടെയാണ് ഏറ്റവും വലിയ പ്രതിഫലം. ഒരു സമൂഹത്തെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അത് തൃപ്തിപ്പെട്ടാൽ അവനുള്ളതാണ് റിള. അതിൽ കോപിച്ചാൽ, അള്ളാന്റെ പരീക്ഷണത്തിൽ കോപിച്ചാൽ അള്ളാന്റെ കോപം അവനുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു ഒരു നന്മ നമുക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈറാണ്. പരീക്ഷണം. ഇത് അറാദല്ലാഹു ബിഅബ്ദി ഖൈറ അജ്ജലഹുൽ ഉഖൂബത ഫിദ്ദുനിയ. ദുനിയാവിൽ വെച്ച് അവൻ ചെയ്യുന്ന പാപങ്ങൾ, തെറ്റുകൾ നിമിത്തമൊക്കെ അവന്റെ പിടികൂടി ചില പരീക്ഷണങ്ങൾ കൊടുക്കും. വഇദാ അറാദല്ലാഹു ബിഅബ്ദി ശർറിൻ, അല്ലാഹു ഒരു ഷർറ് ഉദ്ദേശിച്ചാൽ അംസക അൻഹു ബിദംബിഹി, അവന്റെ പാപങ്ങൾ നിമിത്തം അവനെ പിടിച്ചു വെക്കൊന്നും ശിക്ഷിക്കാതെ ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെക്കും. അപ്പൊ ചില പരീക്ഷണങ്ങൾ പാപങ്ങൾ പൊറുക്കാനാണ്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് ക്ഷമിക്കണം, സഹിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിച്ചാലും സഹിച്ചാലും അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗമുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞത് നിങ്ങളെ ക്ഷമ അറിയാനാണ് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നാം അവരെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞ് അവരുടെ ക്ഷമ അറിയണം, അവർ ക്ഷമിക്കുന്ന ആളുകൾ ആരാ എന്ന് അല്ലാഹ്ക്ക് അറിയണം. മുൻഗാമികൾ ഇതിനേക്കാളും പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അം ഹസിബ്തും തദ്ഖുലുൽ ജന്ന വലമാ യഅലമില്ലാഹി അല്ലദീന ജാഹദു മിൻകും വയഅലമിസ് സ്വാബിരീൻ. ക്ഷമിക്കുന്ന ആളുകൾ, സഹിക്കുന്ന ആളുകൾ ആരാ തിരിച്ചറിയണം അല്ലാഹുവിന്. നിങ്ങൾ സ്വർഗ്ഗത്ത് പോകണമെങ്കിൽ മുൻഗാമികൾ അനുഭവിച്ച
ചോദിച്ചു അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതീകും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാ വറ ദുരിതം ദുഃഖവും മുൻഗാമികളെ ബാധിച്ചു വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ് അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് പരീക്ഷ ഉണ്ടായി. അല ഇന്ന നസ്റല്ലാഹി ഖരീബ് അല്ലാഹുവിന്റെ സഹായം അടുത്താണ്. ഇത് നമ്മൾ അകാരണമായി അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ആളുകളെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പല പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പം വിശ്വാസികളെ ഇവിടെ നിന്ന് നമ്മൾ പതറേണ്ടതില്ല. ഇവിടെ നിന്ന് നമ്മൾ ഒരിക്കലും പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിരാശരായി കഴിയേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വഇൻ തസ്ബിറു വതത്തഖൂ നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ തഖ്വ ചെയ്യുകയും ഭക്തിയുള്ളവരാവുകയും ചെയ്യും. ലാ യളുറുക്കും കൈദുഹും അവരുടെ ഒരു കുതന്ത്രവും നിങ്ങൾക്കെതിരെ ഒന്നും സംഭവിക്കുകയില്ല. ആത്യന്തികമായ വിജയം വിശ്വാസികൾക്ക് ലഭിക്കും, വിജയം ലഭിക്കും. ലാ യളുറുക്കും കൈദുഹും ശൈആ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത് അവർ പ്രവർത്തിക്കുന്ന അല്ലാഹ് കാണുന്നുണ്ട്. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ മനസ്സിലാക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സിദ്ദീഖ് അക്ബർ അത് അവലംബിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നേറുക. അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് സ്വർഗ്ഗം ലഭിക്കാനാണെന്ന ബോധത്തോടെ അതിനെ നേരിട്ട് സൽക്കർമ്മങ്ങളുമായി മുന്നേറുക. അല്ലാഹു ആ വിഭാഗം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുന്നാസ് ഉസീകും വസ്സാനി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് പകർത്തി റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടിയൊരു ജീവിതം നാം ഓരോരുത്തരും നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളെ, നാം പറഞ്ഞു വരുന്നത് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത്. പരീക്ഷണങ്ങൾ പല രൂപത്തിലും വിധത്തിലുമൊക്കെ ഉണ്ടാകും. നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഉണ്ടാകും. ആദർശരംഗത്തെ എല്ലാ മേഖലയിലും അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക. ആ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത്. പരീക്ഷണങ്ങൾ വേറെ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് വളറബല്ലാഹു മസല ഖറിയ ഒരു ഗ്രാമത്തിൻ്റെ ഉദാഹരണം അല്ലാഹു പറഞ്ഞു. കാനത്ത് ആമിനത അത് നിർഭയത്വമുള്ള മുത്മഇന്ന സമാധാനമുള്ള ഒരു രാജ്യമായിരുന്നു, നാടായിരുന്നു. യഅ്തിഹ റിസ്ഖുഹാ റഅദൻ മിൻ കുല്ലി മക്കാനിൻ എല്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവർക്ക് റിസ്ക്കും ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കും. ഫകഫറത ബിഅൻഅമില്ല അല്ലാഹുവിൻ്റെ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കേണ്ടതിന് പകരം അതിന് കുഫ്ർ കാണിച്ചു, നന്ദികേട് കാണിച്ചു. അല്ലേ? മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇതൊക്കെ അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു ചെയ്ത ഓരോ അനുഗ്രഹങ്ങളും ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഇതൊക്കെ ഹാദാ മിൻ ഫളിലി റബ്ബി. ചില ആളുകൾ വീടും മേലെ എഴുതി ഒട്ടിക്കും, എൻ്റെ വീട് അലാ മിൻ ഫളിലി റബ്ബി. വാഹനത്തും എഴുതി ഒട്ടിക്കും, പക്ഷെ അതിന് ബാക്കിയുള്ളത് ഒട്ടിക്കൂല, ബാക്കിയുള്ളതും കൂടി ഒട്ടിക്കണം. ബാക്കിയുള്ളതെന്താ? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ് ഈ വലിയ വീട് എനിക്ക് തന്നത്, ഈ നല്ല വാഹനം എനിക്ക് തന്നത്. ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്ന് റബ്ബ് പരീക്ഷിക്കാനാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചാൽ ഈ രാജ്യത്തിലെ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി. എന്നിട്ട് അവർ അതിന് നന്ദികേട് കാണിച്ചു. വിശപ്പിന്റെ ദാരിദ്ര്യത്തിന്റെ കുപ്പായം വസ്ത്രം അവരണിയിച്ച് പരീക്ഷിക്കപ്പെട്ടു. അല്ലേ? ഒക്കെ ഒലിച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് മാരകരോഗം കൊണ്ടും മഹാദുരന്തങ്ങൾ കൊണ്ടുമൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കഴിയുന്ന ആളുകൾ, ഒരുപാട് സ്ഥലമുള്ള ആളുകൾ, ബിസിനസ് കടകളുള്ള ആളുകൾ, എന്തെല്ലാം ദുരന്തങ്ങളാണ് നമ്മൾ പല നാടുകളിൽ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അതിന് ഇരയാകേണ്ടവരാ. അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അയഖ്സിഫ ബിക്കും, നിങ്ങളെയും അല്ലാഹു തആല ഭൂമിയിൽ ആഴ്ത്തുന്നതിനെ കുറിച്ച് നിർഭയരായിരിക്കുക. നമ്മോട് ചോദ്യം. നമ്മൾ നിർഭയരായിരിക്കണ്ട, അല്ലാഹ് അതിന്റെ സമയം വെച്ചിട്ടുണ്ട്, അത് എത്തുമ്പോൾ നമുക്കുണ്ടാകും. അല്ലാഹു തആല പറയാ, എന്നിട്ട് വൽ ഖൗഫി, ഭയം കൊണ്ട്, ബിമാ കാനു യസ്നു, അവർ പ്രവർത്തിച്ചത് കൊണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങുക, റബ്ബിനോട് ദുആ ചെയ്യുക. വിശ്വാസികളെ, കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, നമ്മുടെ മദ്രസയുടെ സ്ഥലം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ കാശ് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന വിധം ഓരോരുത്തരും
1 സ്ക്വയർ ഫീറ്റ് ആണോ, അല്ലെങ്കിൽ എത്രയാണോ അവർ ഉദ്ദേശിക്കുന്നത്, 1 സെൻറ്റോ എത്രയാണോ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പൈസ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കാം. ഈ കൊടുത്തതേ ഉണ്ടാവുക. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യഖൂലു ഇബ്ൻ ആദം പറയും, ആദമിൻ്റെ മകൻ പറയും, മാലി മാലി, എൻ്റെ ധനം എൻ്റെ ധനം. മാ മിൻ മാലിഹി ഇല്ലാ മിൻ സലാസ്, 3 ധനത്തിൽ അല്ലാതെ അവൻ എന്താണ് ഉപകാരപ്പെടുക അവൻ്റെ സമ്പത്തിൽ? മാ അക്കൽത ഔ അഫ്നൈത, അവൻ തിന്നത് അങ്ങനെ അവനെ ദ്രവിച്ച് അങ്ങനെ പോയത്. ഔ ലബിസ്ത ഫഅബ്ലൈത, അങ്ങനെ ധരിച്ചു പോയത്, ദ്രവിച്ചു പോയത്, ഡ്രസ്സ് ധരിച്ച് അങ്ങനെ കഴിഞ്ഞു പോയത്. ഔ തസദ്ദഖ്ത ഫഅംലൈത, അവൻ സ്വതക്ക കൊടുത്ത അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ, അതാണ് അവന് നിലനിൽക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം താരിഖുൽ ലിന്നാസ്, ജനങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒഴിവാക്കി പോവുകയാണ്. അപ്പം നമുക്ക് വേണ്ടി, നമ്മളെ ഖബറിന് വേണ്ടി, നമ്മളെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ നാളെ അർശിൻ്റെ തണൽ അവൻ്റെ സ്വതക്കയുടെ ദില്ലിലാണ്. നമുക്ക് അവിടെ തണൽ കിട്ടാൻ എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും പരിശോധിക്കാം. നമ്മൾ ചെയ്യാൻ കഴിയാത്ത പോലെ ഒന്നല്ല. നമ്മൾ പലതും നമ്മൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ വലിയ വീട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മകനെ ഇത്രയും വലിയ പഠിപ്പിക്കാൻ കഴിയില്ല, എത്രയോ പൈസ ഉണ്ടാക്കി അവനെ വലിയ പഠനത്തിന്, ഉപരിപഠനത്തിന് അയച്ചിട്ടുണ്ട്. ആ കഴിയാത്തത് തന്നെ നമ്മൾ വലിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കയ്യില്ല എന്ന് വരിച്ച് വലിയ ഓപ്പറേഷൻ പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. കയ്യില്ല, നമ്മളാൽ കഴിയുന്ന വിധം നമ്മളതിന് പരിശ്രമിക്കുക. നമ്മളെ ഖബറിനെ ഓർത്ത് മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക്, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിൻ മിൻ ബഅദി മൗതിഹി മിൻ ഹസനാതിഹി, അല്ലേ? അവന് ഖബറിലേക്ക്, മരിച്ചാലും ഖബറിലേക്ക് പ്രതിഫലം വരുന്നതാണ് സ്വതക്ക. ഈ സ്വതക്ക മനസ്സിലാക്കി ആ മദ്രസയിൽ എത്ര ആളുകൾ പഠിക്കുന്നുവോ, തലമുറകൾ പഠിക്കുന്നുവോ, അതിൻ്റെയൊക്കെ പുണ്യവും പ്രതിഫലവും, അവരെന്തെല്ലാം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, അതിൻ്റെയൊക്കെ പുണ്യം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അസൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹു രേഖപ്പെടുത്തും നമുക്ക് വേണ്ടി. അത് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇന്ന് മദ്രസയുടെ പിരിവാണ് ജുമാക്ക് ശേഷം. മറ്റൊരു കാര്യം, നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ പല രൂപത്തിലും അകാരണമായി ജയിലിലടക്കപ്പെട്ട, തുറുങ്കിലടക്കപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹുവേ, നിരപരാധികളായ ആളുകളെ, നിഷ്കളങ്കരായ ആളുകളെ അല്ലാഹുവേ നിൻ്റെ മഹത്തായ കഴിവ് കൊണ്ട്, കുദറത്ത് കൊണ്ട്, ഫളില് കൊണ്ട് നീ അവരെ മോചിപ്പിക്കണമേ റബ്ബേ. അവർക്ക് ഞങ്ങളിലേക്കും അവരുടെ കുടുംബത്തിലേക്കും തിരിച്ചു വന്ന് ദീനി അനുസരിച്ച് ദീനിൻ്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ ഒരുപാട് ആളുകൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, എല്ലാവരുടെയും ദുരിതവും പരീക്ഷണവും പ്രയാസവും നീ നീക്കിക്കളയണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമേ അല്ലാഹ്. അല്ലാഹുവേ, മാരകരോഗം കൊണ്ടും മാറാവ്യാധികൾ കൊണ്ടും അപകടമരണം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ, ദീനനുസരിച്ച് ജീവിക്കുകയും ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ഈ കലിമത്ത് ഷഹാദത്തൈനി അനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹു, എവിടെ വെച്ച് മരിക്കുമ്പോഴും മുസ്ലിമിൻ്റെ മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹു, ഒരു മുസ്ലിമിൻ്റെ ഖബർ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹു, നാളെ പരലോകത്ത് വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന വിഭാഗത്തിൽ പെട്ടെന്ന് വായിച്ച് സന്തോഷിച്ച് അതിവേഗതയിൽ സിറാത്ത് കടന്ന് വിചാരണ കഴിഞ്ഞ് അംബിയായിൻ്റെ, ഔലിയായിൻ്റെ, സിദ്ദീഖുകൾ, ശ്രോതാക്കളോട് കൂടെ സ്വർഗ്ഗലോകത്തെ ഞങ്ങൾ പ്രവേശിപ്പിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد.